നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൈകൾ ഉപയോഗിക്കാതെ, വായ തുറന്ന് സംസാരിക്കാതെ, വെറും ചിന്തകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് അയക്കാൻ സാധിച്ചാലോ? അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കാൻ വർഷങ്ങൾ എടുക്കുന്നതിന് പകരം ഒരു ചിപ്പ് തലയിൽ വെച്ച് സെക്കൻഡ്സിനുള്ളിൽ ആ ഭാഷ പഠിക്കാൻ പറ്റിയാലോ? ഫ്രണ്ട്സ്, ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ്. എലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനി ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നമ്മൾ മനുഷ്യർ ഇനി വെറും മനുഷ്യരല്ല, നമ്മൾ സൈബോക്സായി മാറാൻ പോവുകയാണ്. നമ്മൾ പരിശോധിക്കുന്നത് തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ചിപ്പിനെ കുറിച്ചും അത് നമ്മുടെ ഭാവി എങ്ങനെ മാറ്റിമറിക്കും എന്നുമാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആദ്യമായി നമുക്ക് നൊളാൻ ആർബോ എന്ന വ്യക്തിയോട് സംസാരിക്കാം. ഇയാൾക്ക് കഴുത്തിന് താഴെ ഫുള്ളി പാരലൈസ്ഡ് ആയിരുന്നു. ബട്ട് ന്യൂറാലിങ്ക് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഒരു ചെറിയ ചിപ്പ് ഘടിപ്പിച്ചു. ടെലിപ്പതി എന്നാണ് എലോൺ മസ്ക് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആൻഡ് അദ്ദേഹം ഇപ്പോൾ വീഡിയോ ഗെയിംസ് കളിക്കുന്നത് കൈകൾ കൊണ്ടല്ല, യൂസിങ് ഹിസ് മൈൻഡ്. Yes, but how's it possible? The neurons are like wiring, and you kind of need an electronic thing to solve an electronic problem. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ്. നമ്മുടെ കൈ അനക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഒരു സിഗ്നൽ അയക്കുന്നു. ന്യൂറാലിങ്ക് ചിപ്പ് ഈ സിഗ്നലുകളെ പിടിച്ചെടുത്ത് ബ്ലൂടൂത്ത് വഴി കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നു. അതായത് ആഗ്രഹിക്കുമ്പോൾ തന്നെ കാര്യം നടക്കുന്നു. സോ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ 100% അക്യുറസി വേണം. സോ ഇതിനായി എലോൺ മസ്ക് ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മുടിയേക്കാൾ നേർത്ത്, കണ്ണിന് കാണാൻ പോലും പ്രയാസമുള്ള 64ഓളം നൂലുകൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലേക്ക് ഇറക്കി വെക്കുന്നു. ഒരു നാണയത്തിന്റെ വലിപ്പം മാത്രമേ ഈ ചിപ്പിനുള്ളൂ. പുറമെ നിന്ന് നോക്കുമ്പോൾ ഈ ചിപ്പ് ഘടിപ്പിച്ചതുപോലും ആർക്കും മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ചിപ്പ് യൂസ് ചെയ്യുന്നത് ഈ പാരലൈസ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും മസ്കിന്റെ ലക്ഷ്യം ഇതല്ല. എന്തിനാണ് എലോൺ മസ്ക് ഇത്രയും കോടികൾ മുടക്കി ചെയ്യുന്നത്? ദി ആൻസർ ഇസ് സിമ്പിൾ: AI. ഭാവിയിൽ AI നമ്മളെക്കാൾ ബുദ്ധിമാനാകാം. അന്ന് നമ്മൾ അവരുടെ വെറും സ്ലേവ്സ് ആവാതിരിക്കാൻ നമ്മളും കമ്പ്യൂട്ടറുമായി ലയിക്കണമെന്ന് ഇലോൺ മസ്ക് വിശ്വസിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരില്ല. അത് നേരിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ ഒരു ഹാർഡ് ഡിസ്കിൽ എന്ന പോലെ സേവ് ചെയ്യാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് എന്തും ഹാക്ക് ചെയ്യപ്പെടാം. നാളെ നിങ്ങളുടെ ബ്രെയിൻ ആരെങ്കിലും ഹാക്ക് ചെയ്താലും നിങ്ങളുടെ ചിന്തകൾ മറ്റൊരാൾക്ക് വായിക്കാൻ സാധിച്ചാലും തിങ്സ് ആർ ഗെറ്റിംഗ് സ്കാരി അല്ലേ? ബട്ട് be prepared for everything. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഈസ് അഭയ് ഫ്രം റോണിക്സ് സൈനിങ് ഓഫ്.